എല്ലാവർക്കും സ്വാഗതം. ഹിന്ദി സാഹിത്യം മലയാളത്തിൽ ഈ വിഷയത്തിലാണ്. ബിയോണ്ട് ബൗണ്ടറീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദി സാഹിത്യം മലയാളത്തിൽ എന്ന വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഹിന്ദി സാഹിത്യം മലയാളത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വിവർത്തനമാണ്. പ്രധാനമായിട്ടും വിവർത്തനമാണ്. വിവർത്തനത്തിലൂടെയാണ് ഹിന്ദി സാഹിത്യം മലയാളത്തിലേക്ക് എത്തുന്നത്. തിരിച്ചും അത് സംഭവിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ചില സോഴ്സുകളുണ്ട്. ഹിന്ദി സാഹിത്യത്തിൽ തന്നെ ചില സോഴ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ എഴുതപ്പെടുന്ന രീതിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇന്ന് പാനലിസ്റ്റുകളായിട്ട് കിട്ടിയിരിക്കുന്നത് അറിയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട വിവർത്തകരാണ്. ശാന്തി മാഡം, സണ്ണി സാറും. അപ്പോൾ വിവർത്തകരെന്ന നിലയ്ക്ക് അവരുടെ അനുഭവങ്ങളിലൂടെ മലയാളത്തിലെ ഹിന്ദി സാഹിത്യത്തിൻ്റെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും അതിൻ്റെ വെല്ലുവിളികളിലേക്കും സാധ്യതകളിലേക്കുമൊക്കെ സഞ്ചരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. സണ്ണി സാറ് ഹിന്ദിയിൽ നിന്നും ധാരാളം ട്രാൻസ്ലേഷൻസ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫിക്ഷനാണ് സാറിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാറിൻ്റെ ഈ മലയാളത്തിലേക്ക് ഹിന്ദി സാഹിത്യത്തെ കൊണ്ടുവരുന്ന ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സാറിന് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആമുഖം എന്ന നിലയ്ക്ക് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് തുടങ്ങാം. വളരെ സന്തോഷമുണ്ട്. ഇത് ഈ ആർട്സ് കോളേജിൻ്റെ ലിറ്റററി ഫെസ്റ്റിൻ്റെ സീസൺ 2 ആണ്. ഞാനതിൽ സീസൺ 1 പങ്കെടുത്തിരുന്നു. അത് വലിയൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. നമ്മളിന്ന് അതിരുകൾക്കപ്പുറം എന്ന ഒരു വലിയ ഒരു സ്ലോഗൻ്റെ കീഴിൽ ഈ ഹിന്ദി സാഹിത്യം മലയാളത്തിൽ എന്ന ഈ വിഷയത്തിൽ ഒരു സംവാദമാണ്, ഒരു പാനൽ ചർച്ചയാണ്. നമുക്കറിയാം, നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ശേഷൻ മാഷ് സൂചിപ്പിച്ചതുപോലെ വിവർത്തനത്തിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ ഒരു വർത്തമാനം, അതിൻ്റെ വെല്ലുവിളികൾ, അതിൻ്റെ സാധ്യതകൾ, ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പാനൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് വളരെ സീനിയറായ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഹിന്ദി വിഭാഗം അധ്യക്ഷയും കവയിത്രിയും പരിഭാഷയൊക്കെ ആയിട്ടുള്ള ഡോക്ടർ ശാന്തി നായരാണ്. നമുക്ക് അറിയാം, ഒരു ഭാഷയുടെ, ഒരു സംസ്കാരത്തിൻ്റെ ഒക്കെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് പരിഭാഷ, തർജ്ജമ എന്നുള്ളത്. ഭാഷയുടെ വളർച്ചയിൽ, സാഹിത്യത്തിൻ്റെ വളർച്ചയിലൊക്കെ തന്നെ ഇതിന് വലിയൊരു പങ്കുണ്ട്. നമ്മളുടെ സംസാരം, നമ്മളുടെ കോർസ് ഏരിയ എന്ന് പറയുന്നത് ഹിന്ദി സാഹിത്യം മലയാളത്തിൽ എന്നുള്ളതാണെങ്കിൽ കൂടിയും എങ്ങനെയാണ് ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിൽ, സാഹിത്യത്തെയും സംസ്കാരത്തെയും സമ്പന്നമാക്കുന്നതിൽ പരിഭാഷ എന്ത് പങ്കാണ് വഹിച്ചത് എന്നുകൂടി നമുക്ക് ചെറുതായി ഒന്ന് പരിശോധിച്ച് പോകാം. അതിനുശേഷം ഞാൻ എൻ്റെ അനുഭവങ്ങളിലേക്കും വരാമെന്ന് വിചാരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള, മിടുക്കരായിട്ടുള്ള അധ്യാപകരാണ്. സാഹിത്യത്തിലും സംസ്കാരത്തിലും ഭാഷയിലുമൊക്കെ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നവരാണ്. അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അവഗാഹവുമുണ്ട്. ഹിന്ദി സാഹിത്യം ആണ് മലയാളം ഏറ്റവും കൂടുതൽ വായിച്ചത് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിമർശനം ഉണ്ടാവാം, നിങ്ങൾക്ക് ആ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ പരിഭാഷ സാഹിത്യം, തർജ്ജമ ചെയ്യപ്പെട്ട സാഹിത്യം മലയാളം വായിച്ചത് എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് ബംഗാളിൽ നിന്നുള്ള ബംഗാളി സാഹിത്യമായിരുന്നു.
അതിനു മുമ്പ് തന്നെ സോവിയറ്റ് ലാൻഡ് റഷ്യൻ സാഹിത്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ വളരെ ആവേശത്തോടു കൂടി വായിച്ചിട്ടുള്ള ഒരു സാഹിത്യം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യമാണ്. ഇതെല്ലാം തന്നെ ഈ എനിക്ക് തോന്നുന്നു ഭാഷയുടെ ഒരു പരിമിതിയുടെ ഉള്ളിൽ സാഹിത്യത്തെ പരിമിതപ്പെടുത്തണോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. ഈ ഭാഷകളിൽ നിന്നുള്ള, ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള സാഹിത്യമായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചത് എന്ന് നമുക്കറിയാം. അത്രത്തോളം വാസ്തവത്തിൽ ഹിന്ദിയിൽ നിന്നുള്ള സാഹിത്യം നമ്മൾ വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു മലയാളത്തിൻ്റെ ഒരു പൊതു പരിസരം ഹിന്ദി സാഹിത്യം അത്രത്തോളം മലയാളത്തിലേക്ക് വന്ന സാഹിത്യം വായിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് ചെറിയൊരു സന്ദേഹമുണ്ട്. പക്ഷേ നമുക്ക് നന്നായി അറിയാവുന്നതാണ്, രാമചരിതമാനസത്തിൻ്റെ പരിഭാഷ നമുക്ക് അവൈലബിളാണ്. അതുപോലെ തന്നെ കാമായിനി പരിഭാഷ നമുക്ക് ലഭ്യമാണ്. ഇതൊന്നും പരിഭാഷപ്പെടുത്താൻ എളുപ്പമുള്ള കൃതികളല്ല. ആ പരിഭാഷകളൊക്കെ തന്നെ അതിൻ്റെ എസ്തെറ്റിക്സ് ഒട്ടും ചോർന്നു പോകാതെ അതിൻ്റെ സൗന്ദര്യം, അത് കേവല സൗന്ദര്യം എന്നൊരു വാക്കല്ല ഉപയോഗിക്കുന്നത്, അതിലുപയോഗിച്ചിട്ടുള്ള വൃത്തങ്ങളും അലങ്കാരങ്ങളും ഒക്കെ തന്നെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു പൊതുവായനയ്ക്ക് വിധേയമായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഞാൻ ആ ഒരു സന്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ആദ്യം പറഞ്ഞത്, ഹിന്ദിയെ നമ്മൾ ആ രീതിയിൽ മലയാളം വായിച്ചുവോ എന്നൊരു സന്ദേഹം എനിക്കുണ്ട് എന്ന് ഞാൻ പറയാനുള്ളൊരു കാര്യം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടാവുക, ഞാൻ കുറച്ചൊന്ന് പിറകിലേക്ക് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, പ്രേംചന്ദിൻ്റെ കൃതികളായിരിക്കാം. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം പ്രേംചന്ദ് പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റ് ആവുകയും അതുപോലെ തന്നെ ചേരിചേരാ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള റഷ്യയുമായിട്ടുള്ള സൗഹൃദവും ആൻഡൻ ചെക്കോവുമായിട്ടുള്ള സൗഹൃദങ്ങൾ അതൊക്കെ തന്നെ കൊണ്ട് ഒരു പുരോഗമന എഴുത്തുകാരൻ എന്ന ആ ഒരു ഇതിൽ നിന്നുകൊണ്ടാണ് പ്രേംചന്ദിനെ നമ്മൾ നോക്കി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേംചന്ദിൻ്റെ സാഹിത്യം കുറച്ചെങ്കിലും വായിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പൊതുവിൽ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള റഷ്യൻ സാഹിത്യമോ അല്ലെങ്കിൽ ബംഗാളി സാഹിത്യമോ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യമോ ഒക്കെ വായിക്കപ്പെട്ടതുപോലെ മലയാളത്തിൽ അത്രയും കൂടുതൽ ഹിന്ദി സാഹിത്യം, ഹിന്ദിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള സാഹിത്യം വളരെ കുറച്ചാണ് വായിച്ചിട്ടുള്ളതെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി മാഷ് ചോദിച്ച മറ്റൊരു ചോദ്യം എനിക്ക് തോന്നുന്നത് എൻ്റെ വിവർത്തനാനുഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കൃതികൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ടേബിളിൽ അതൊന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ പ്രധാനമായിട്ടും പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്, വാസ്തവത്തിൽ പരിഭാഷയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്, പരിഭാഷയ്ക്കുള്ള ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ ആ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടല്ല വാസ്തവത്തിൽ പരിഭാഷയുടെ പ്രക്രിയയിലേക്ക് വന്നത് എന്ന കാര്യം ആദ്യമേ സൂചിപ്പിച്ചുകൊള്ളിട്ട്. പരിഭാഷയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന അങ്ങനെ ഒരു തലത്തിലേക്ക് ഈ തർജ്ജമയുമായി ബന്ധപ്പെട്ട ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഉയർത്തിക്കൊണ്ടുവന്ന ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. അവർ 2019 എഴുതിയിട്ടുള്ള ഒരു പോളിറ്റിക്സ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിലാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നത്. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് ഒരു പരിഭാഷകയല്ല. അവർ പക്ഷേ ബംഗാളി സാഹിത്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോഴുണ്ടാവുന്ന അവരുടെ പ്രതിസന്ധികളും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലുള്ള മേൽക്കോയ്മ പുലർത്തുന്ന ഒരു ഭാഷ, വാസ്തവത്തിൽ ഇംഗ്ലീഷ് മേൽക്കോയ്മ പുലർത്തുന്ന ഒരു ഭാഷയാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കോമൺവെൽത്ത് രാജ്യങ്ങളിലോ കോളനി രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നതെന്നും ഇംഗ്ലീഷിൻ്റെ ഒരു മേൽക്കോയ്മ ആ തലത്തിലാണ് നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഇംഗ്ലീഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് ഈ പറയുന്ന ട്രാൻസ്ലേഷൻ്റെ രാഷ്ട്രീയം എന്ന ഒരു ചിന്ത മുന്നോട്ട് വയ്ക്കുന്നത്. അത് വാസ്തവത്തിൽ അത്തരം വായനകൾ മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെയാണ് എൻ്റെ പരിഭാഷകളിലെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് കടന്നു വന്നതെന്ന് ഞാൻ പ്രധാനമായിട്ടും ഉദയപ്രകാശിൻ്റെ, പുതിയ എഴുത്തുകാരിൽപ്പെട്ട ഒരാളാണല്ലോ ഉദയപ്രകാശിൻ്റെ കൃതികളാണ് ഞാൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ മോഹൻദാസ് എന്ന് പറയുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകമായിരുന്നു. അത് മാതൃഭൂമിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പീലി ഛത്രിവാലിൽ ഇടുക്കി എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നീണ്ട കഥ, അത് ഫിക്ഷനാണോ നീണ്ട കഥയാണോ എന്നുള്ള സംവാദം ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അത് ചിന്തയാണ്. അത് നമ്മുടെ ഇന്ത്യൻ ക്യാമ്പസുകൾ എങ്ങനെയാണ് അതിൻ്റെ തനിമ നഷ്ടപ്പെടുകയും അത് വർഗീയവൽക്കരിക്കപ്പെടുകയും രോഹിത് വെമുലയെ പോലെയുള്ള കുട്ടികൾ എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് വാസ്തവത്തിൽ ആ പുസ്തകത്തിലൂടെ നടക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ദില്ലിക്ക് ദീവാർ എന്ന് പറയുന്നത്, ദില്ലിയിലെ ചുമരുകൾ എന്ന് പറയുന്നത് മാതൃഭൂമിയാണ് ആ പുസ്തകം. അതിന് JCB പുരസ്കാരത്തിന് നോമിനേഷൻ കിട്ടിയൊരു പുസ്തകമാണ്. ആ വർഷം പുരസ്കാരം കിട്ടിയത് ജി തയ്യലിൻ്റെ നാർക്കോപോളിസിനാണ്.
പിന്നെ ഒന്ന് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചെറുനാരങ്ങ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ കോവിഡ് കാലത്ത് എഴുതിയിട്ടുള്ള ഒരു നീണ്ട കഥയാണ്. ആ കഥയുടെ പരിഭാഷയും അങ്ങനെ ഉദയപ്രകാശിനെ ഞാൻ പ്രധാനമായിട്ടും 4 ചെയ്തിട്ടുള്ളത്. പ്രസിദ്ധീകരിച്ച് വരാനിരിക്കുന്നത് കുറച്ച് ഓൾമോസ്റ്റ് എല്ലാ കൃതികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞു വരാവുന്നതാണ്. എന്താണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്നുള്ളൊരു ചോദ്യത്തിന് ഉണ്ട് ഈ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തുമ്പോൾ. പിന്നെ ഞാൻ കൂടുതലായും പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ശരൺകുമാർ ലിംബാളയാണ്. ലിംബാളയുടെ പുസ്തകങ്ങളുണ്ട്. അടുത്തൊരു റൗണ്ട് ചർച്ചയിലേക്ക് നമുക്കത് പോകുമ്പോൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. സാറിൻ്റെ അനുഭവങ്ങൾ, അതുപോലെ ഈ വിവർത്തനത്തിൻ്റെ ചരിത്രത്തിലേക്കൊരു എത്തി നോട്ടം ഒക്കെ നടത്തി. ഉദയപ്രകാശിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ 4 കൃതികൾ സാറ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മറാഠി ശരൺകുമാർ ലിംബാളയുടെ നോവലുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ് വെച്ചതിനടുത്ത് ശാന്തി മാഡത്തിൻ്റെ അടുത്തേക്ക് ചോദിക്കുകയാണ്. ഇപ്പം തുടക്കത്തിൽ മലയാളത്തിലേക്ക് വന്ന ചില കൃതികളെപ്പറ്റി മാഷ് പരാമർശിക്കുകയുണ്ടായി. രാംചരിതമാനസ്, കാമായനി, ഇങ്ങനെ കനപ്പെട്ട ഹിന്ദി സാഹിത്യത്തിലും പുറത്തും എക്കാലത്തെയും കനപ്പെട്ട സംഭാവനകളെ അറിയപ്പെടുന്ന പല കൃതികളും മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ തുടക്കത്തിൻ്റെ കാലം കഴിഞ്ഞ് പിന്നീട് പ്രേംചന്ദ്, യശ്പാൽ അങ്ങനെയുള്ള വിശ്വപ്രസിദ്ധരായ എഴുത്തുകാരുടെ ഫിക്ഷനുകൾ മലയാളത്തിലേക്ക് വന്നു. ആ സമയത്ത് വിവർത്തകരെ പറ്റി കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അക്കാലത്ത് ധാരാളം വിവർത്തകർ ഉണ്ടായിരുന്നു. പ്രേംചന്ദിന് ദിവാകരൻ പോറ്റി, സുധാംശു ചതുർവേദി, രത്നമയി ദേവി ദീക്ഷിത്, ഹരിഹരൻ ഉണ്ണിത്താൻ, ഇങ്ങനെ അതൊരു മലയാളത്തിലേക്കുള്ള പരിഭാഷയുടെ, ഹിന്ദി സാഹിത്യത്തിൻ്റെ പരിഭാഷയുടെ ഒരു പുഷ്കല കാലമായിരുന്നു. അങ്ങനെ ഉള്ള കുറേ വിവർത്തകരുണ്ടായിരുന്നു. അവരെ കൂടെ ഒന്ന് സ്പർശിച്ചുകൊണ്ട് മാഡം അക്കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മളിവിടെ സംസാരിക്കുന്നത് ഹിന്ദി സാഹിത്യം മലയാളത്തിൽ എന്നുള്ളതാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അധികവും ചെയ്യാറുള്ളത് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്കാണ്. ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്കും ചിലതെല്ലാം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവർത്തനം എന്നുള്ളത് ഇപ്പം അതൊരു സഹായമായിട്ട്, ആദ്യകാലത്ത് നമ്മളതിനെ മറ്റ് സംസ്കാരത്തെ പഠിക്കാനായിട്ടുള്ളൊരു സഹായമായിട്ടാണ് വിവർത്തനം എന്നുള്ളത് മുന്നോട്ട് വന്നിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾക്കതൊരു സ്വതന്ത്ര ശാഖയായിട്ട്, സ്വതന്ത്ര ശാസ്ത്രീയ പഠനമായിട്ടത് നമ്മൾ തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഒരു കാലത്ത് ഞാനിത് മനസ്സിലാക്കുന്നത് എൻ്റെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം, സ്കൂളിംഗ്, കോളേജ് വരെയുള്ളത് ഉത്തരേന്ത്യയിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു സ്വന്തം അനുഭവങ്ങളിൽ കൂടെ തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇവിടുന്ന് ഹിന്ദി പഠിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു കാലം മഹാദേവി വർമ്മയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ. പക്ഷെ അന്ന് കാലത്ത്, അത് ബിഫോർ ഇൻഡിപെൻഡൻസ് തന്നെ, ഹിന്ദി സാഹിത്യം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് അതൊന്നും പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഒരു ഇന്ന് കാലത്ത് നമ്മൾ തർജ്ജമ അല്ലെങ്കിൽ വിവർത്തന സാഹിത്യം എന്ന് പറഞ്ഞൊരു ശാഖ പോലെ അത് ഡെവലപ്പ് ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഹിന്ദി പഠിക്കുക എന്നുള്ളതിനെ വളരെ അഭിമാനത്തോടു കൂടിയാണ് അന്ന് ഇന്ത്യക്കാർ കണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം കൃതികൾ അല്ലെങ്കിൽ ഈവൻ പാംഫ്ലെറ്റ്സ് പോലും അവിടെ, എനിക്ക് തോന്നുന്ന ഈ ഹിന്ദി മലയാളത്തിലേക്ക് വരുന്നത് ആദ്യം പാംഫ്ലെറ്റ്സിലൂടെയാണ് എന്ന് തോന്നുന്നു. ഒളിച്ചു കൊണ്ട് നടന്നിരുന്ന പാംഫ്ലെറ്റ്സ് എങ്ങനെയാണ് കേരളത്തിലെത്തിയതിരുന്നുള്ളത് എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ധാരാളം വന്നിട്ടുള്ള രാംചരിത് മാനസ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. സണ്ണി സാർ പറഞ്ഞ പോലെ കാമായനി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. പ്രേംചന്ദിൻ്റെ കൃതി
കൃതികൾ വന്നു, യശ്പാലിൻ്റെ കൃതികൾ വന്നു, തമസ് വന്നു. ഇതെല്ലാം തന്നെ നമ്മൾ കാണുന്നത് ഒരു സംസ്കാരത്തെ മറ്റൊരു സംസ്കാരം പരിചയപ്പെടുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മളൊരു പക്ഷേ ഇതിനെ ഒരു ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൻ്റെ കീഴിലൊന്നും പഠിക്കുന്നുണ്ടാവില്ലായിരിക്കും. എങ്കിൽ പോലും അതിന് വലിയ ഒരു മാനം അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. രാമായണത്തിൻ്റെ കാമൽ ബുൾക്കെ നമുക്ക് നോക്കിയാൽ അറിയാം എത്ര തരം രാമായണങ്ങളുണ്ട്. അതിൽ രാംചരിത് മാനസ് എവിടുന്നെ കുറിച്ച് നമ്മൾ ആ തർജ്ജമ വായിക്കുമ്പോൾ, ഇപ്പുറത്തെ എഴുത്തച്ഛനെ വായിച്ച് അപ്പുറത്ത് നമ്മൾ തുളസിദാസിനെ വായിക്കുമ്പോൾ ആ കാലഘട്ടം കൂടിയാണ് നമ്മൾ അറിയുന്നത്. അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് പിന്നീട് ഇന്ന് നമ്മൾ കാണുന്നത് ഭാഷാമാറ്റം എന്ന് പറയുന്നത് ശരിക്കും അത് വളരെ വിപുലമായ രീതിയിൽ നമുക്ക് കാണാം. അത് സാംസ്കാരികവും രാഷ്ട്രീയ ആശയപരമായ സാഹിത്യപരമായ ഒരു ഇടപെടലായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീധരമേനോൻ ആണ് നമുക്ക് രാംചരിത് മാനസ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് തുളസിദാസ് തൊട്ട് ഇന്ന് ഉദയപ്രകാശ് വരെ, ലിംബാലെ വരെ എത്തുന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ പാരമ്പര്യം നമുക്ക് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്കുള്ള തർജ്ജമയുടെ രംഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും അത് ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ടാവുന്നുണ്ടെന്നുള്ളതും അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ചർച്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്കത് പറഞ്ഞു പോകാം എനിക്ക് തോന്നുന്നു. സണ്ണി സാറ് പ്രധാനമായിട്ടും ഉദയപ്രകാശിൻ്റെ കൃതികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു നമ്മൾ ട്രാൻസ്ലേഷന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഒരു തീമാറ്റിക്കായിട്ടുള്ള സെലക്ഷൻ വരും. ഓതറെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. കാരണം ധാരാളം ഉണ്ട്. ഹിന്ദി പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റാണ്. ഏതാണ്ട് ഇന്ത്യയുടെ പകുതിയോളം വരും ഹിന്ദി പ്രദേശം എന്ന് പറയുമ്പോൾ. ആ പ്രദേശത്ത് പല പല ശൈലിയിൽ എഴുതപ്പെടുന്ന കൃതികൾ ഉണ്ട്. പലതും സ്വതന്ത്ര ഭാഷകൾ തന്നെ അറിയപ്പെടുന്നുണ്ട്. രാജസ്ഥാനി കവിതകൾ തന്നെ. രാജസ്ഥാനിയെ ചിലർ ഹിന്ദിക്ക് പുറത്ത് സ്വതന്ത്ര ഭാഷയായിട്ട് തന്നെ കരുതുന്നുണ്ട്. മൈഥിലിയുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള ഈ വിശാലതയിൽ ഒരു സെലക്ഷൻ വിഷയപരമായിട്ടും അതുപോലെ എഴുത്തുകാരെ സെലക്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ മാഷിൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശാന്തി ടീച്ചർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ സ്വാതന്ത്ര്യപൂർവ്വകാലം വാസ്തവത്തിൽ ശേഷമാഷ ഒരു വാക്കുകൂടെ ഉപയോഗിച്ചു, പുഷ്കലകാലം എന്നൊക്കെ പറയുന്നുണ്ടായി. അക്കാലത്ത് നമ്മൾ ഹിന്ദി കണ്ടിരുന്ന ഒരു കാഴ്ചയുണ്ട്. അന്ന് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഒരു ദേശവികാരമാണ്, ദേശീയതയാണ്. അന്ന് ഗാന്ധിക്ക് പകരമായി വയ്ക്കുന്നത് ഹിന്ദിയായിരുന്നു, ഖദറായിരുന്നു. ആ ഒരു കാലത്തെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇത്തരം സന്ദർഭങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ എങ്ങനെയാണ് ഒരു ഭാഷ ചിലപ്പോഴെങ്കിലും പിന്തള്ളപ്പെടുകയോ സ്വീകരിക്കപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും പല സന്ദർഭങ്ങളിലും ഒരു ഹാസ്യവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുള്ളൂ. അതിനുശേഷം നമ്മൾ എങ്ങനെയോ അതിന് പല രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടാകാം. ആ ഭാഷ കുറച്ചൊന്ന് സ്വീകരിക്കപ്പെടേണ്ടതില്ല എന്ന് ഞാൻ ഒരു ഘട്ടത്തിൽ ഒരു പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇംഗ്ലീഷ് ക്ലബ്ബുകളുണ്ട്. പഞ്ചായത്തിൻ്റെ പണം മുടക്കി ഇംഗ്ലീഷിൻ്റെ ട്രെയിനിങ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, പഞ്ചായത്തുകളിലൊക്കെ ഉണ്ട്. അത് അങ്ങനെ. പക്ഷേ ഹിന്ദി കോച്ചിങ് ക്ലാസ്സുകൾ അങ്ങനെ നടക്കുക, അത് തൊഴിൽ സാധ്യതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. വേറൊരു വിഷയമാണ് എങ്കിൽ ഞാൻ പറയുകയാണ്. പക്ഷെ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അത് ഭരണപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ പാർട്ടികളുടെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുറച്ചൊരു പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് ശരി.
അത് ഉൾക്കൊള്ളുന്നതിൽ നമുക്കൊരു വൈമുഖ്യം വേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് സദസ്സിൽ നിന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ പിന്നീട് ഉത്തരം പറയാം. പിന്നെ ഈ പരിഭാഷയുടെ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ടീച്ചർ സൂചിപ്പിക്കേണ്ടേ. കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത നമുക്കറിയാം. ഷേക്സ്പിയറിൻ്റെ പരിഭാഷ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഷേക്സ്പിയർ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ദിവാരം പോറ്റി സാറൊക്കെ രവിവർമ്മയൊക്കെ പരിഭാഷ ചെയ്യുന്നൊരു കാലമുണ്ട്. ലീലാ സർക്കാരൊക്കെ പരിഭാഷ ചെയ്യുന്നൊരു കാലമുണ്ട്. അവരുടെ മുന്നിൽ ആകെയുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ, ആകെ ഡിക്ഷണറി മാത്രമേ ഉള്ളൂ. ആ ഡിക്ഷണറി തന്നെ അത്ര റിച്ചല്ല. അപ്പോൾ അത് വാസ്തവത്തിൽ വലിയൊരു സബരിയാണ്. ഈ പരിഭാഷ എന്ന കാര്യം തന്നെ ഞാൻ വാസ്തവത്തിൽ എൻ്റെ കുട്ടികളോടൊക്കെ പറയാറുള്ള, അല്ലെങ്കിൽ എന്നോട് സ്നേഹപൂർവ്വം ചോദിക്കുന്ന ആൾക്കാരോട് പറയാറുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ അടുത്ത കാലത്തൊക്കെയാണ് പരിഭാഷയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു സ്പേസ് കൊടുക്കാമെന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ ആർട്സ് കോളേജിൻ്റെ ഈ ഫെസ്റ്റിന് വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ നോക്കിക്കാണുകയും അഭിനന്ദിക്കും, വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നതിന് ഒരു കാരണം എന്താണ്, നമ്മൾ അതിരുകൾക്ക് അപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് നമ്മുടെ കാഴ്ചകളെ കൊണ്ടുപോകാൻ ഈ ഫെസ്റ്റ് നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ കാലത്ത് അതിൻ്റെ ഒരു പരിഭാഷ വേണ്ടി വരും. പ്രേംചന്ദിൻ്റെ കൃതികൾ പരിഭാഷപ്പെടുത്താനായിട്ട് ചിന്ത എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ദിവാരം പോറ്റി സാറിൻ്റെ പരിഭാഷ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ഒരു പുതിയ പരിഭാഷ അതിന് വേണ്ടി വരുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ പറയാം, ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം ജെൻസിയോ അതിൻ്റെ അപ്പുറത്തുള്ളവരുമാണ്. അപ്പം നമ്മളുടെ ഒരു ഭാവുകത്വത്തിലല്ല കുട്ടികൾ നിൽക്കുന്നത്. ഈ പുതിയൊരു ജനറേഷൻ വായനയിലേക്ക് വരുമ്പോൾ പഴയ കൃതികളുടെ ഒരു പുതിയ വായന സാധ്യമാവും. അന്ന് നമ്മൾ ഉപയോഗിച്ച വാക്കുകളുണ്ട് ഇതിനൊക്കെ. ആ വാക്കുകൾക്കൊക്കെ ഇന്ന് വേറൊരു അർത്ഥമാണുള്ളത്. ഞാൻ എല്ലാ വാക്കുകളും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പല വാക്കുകൾക്കും വേറൊരു അർത്ഥമാണ്. ഇപ്പോൾ നമ്മൾ അടിപൊളി എന്ന് പറയുന്നതിന്, അടിച്ചു പൊളിക്കുമെന്ന് പറയുന്നതിനും ഒക്കെ തന്നെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ വന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ കാലത്തിൻ്റെ ഒരു പരിഭാഷ ഈ രണ്ട് തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട ശാന്തി ടീച്ചർ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച്, അങ്ങനെ ഒരു ചിന്ത മുന്നോട്ട് വെച്ചതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മാഷനോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. ആ ചോദ്യം വാസ്തവത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഒട്ടും താല്പര്യമില്ലാതെ പരിഭാഷയുടെ രംഗത്തേക്ക് വന്ന ഒരാളാണ്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പരിഭാഷകനാണെന്ന് പറയുമ്പോൾ എനിക്കതിൽ സന്തോഷം തന്നെയാണ് ഉള്ളത്. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നു, ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം ഒരു പക്ഷേ പലർക്കും മനസ്സിലാവില്ല, ശാന്തി ടീച്ചർക്ക് മനസ്സിലാവും. ഈ അമ്മയിൽ നിന്ന് കുഞ്ഞുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടുപേരുണ്ട്, രണ്ട് അസ്തിത്വം ഉണ്ടാകുന്നുണ്ട്. അമ്മയും ഉണ്ടാകുന്നുണ്ട്, കുഞ്ഞും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിന് ഒരു അസ്തിത്വം കുറയുന്നില്ല. അമ്മയുടെ പ്രാധാന്യം ചിലപ്പോൾ കുറഞ്ഞു പോയെന്നും വരാം. ഈ കാര്യത്തിൽ ട്രാൻസ്ലേഷൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു പെയിൻ ഉണ്ട്. നമ്മളത് വളരെ സത്യസന്ധമായി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ചെയ്യുമ്പോഴൊക്കെ വിചാരിക്കും പരിഭാഷ വളരെ നന്നായി, ഞാൻ ചെയ്ത് മിടുക്കാണ്, നല്ലതാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അതേ നമ്മൾ തന്നെ ഒന്ന് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നും പോരായിരുന്നു, അത് അല്ലെങ്കിൽ ഇനിയും തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന്. ആ തോന്നൽ ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ പരിഭാഷ ചെയ്യാൻ, അതൊരു കവിത എഴുതുമ്പോഴും കഥ എഴുതുമ്പോഴും ലേഖനം എഴുതുമ്പോഴും നമ്മൾ കുട്ടികളുടെ മുന്നിൽ സംസാരിക്കുമ്പോഴും അധ്യാപകനായിരിക്കുമ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കുറേ കൂടി നന്നാവുമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് വളരെ പോസിറ്റീവായ ക്രിയാത്മകമായ ഒരു സമീപനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയാണ് ഞാൻ പരിഭാഷയിലേക്ക് വന്നതെന്ന് വെച്ചാൽ, ഞാൻ വാസ്തവത്തിൽ പായിപ്പറ രാധാകൃഷ്ണൻ്റെ ഒരു കഥയാണ് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് ആദ്യം പരിഭാഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുറേ കവികളുടെയും കഥാകൃത്തുകളുടെ എൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ വരുന്നു. കവിതകൾ പലതായി പല മാഗസിനുകളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിട്ട് വേണമെങ്കിൽ ഒരു കളക്ഷൻ ഇറക്കാവുന്നതാണ്. ഹിന്ദിയിലേക്കുള്ള കാര്യമാണ്. വാസ്തവത്തിൽ ഞാനൊരു പരിഭാഷ എന്ന രീതിയിലേക്ക് ഉദയപ്രകാശിൻ്റെ കഥകൾ വായിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് മോഹൻദാസ് വായിക്കുമ്പോഴാണ് ഞാൻ ഇത് എൻ്റെ ഭാഷയിൽ, എൻ്റെ മാതൃഭാഷയിലുള്ള ആളുകൾ വായിക്കണമെന്നൊരു തോന്നൽ. അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാര്യം അതിലെ മോഹൻദാസ് ഞാനാണ്. മോഹൻദാസിനൊന്നും അറിഞ്ഞുകൂടാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഉദയപ്രകാശ് അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നൊരു വാചകമുണ്ട്, മോഹൻദാസിന് വെള്ളം കുടിക്കാൻ കിണറും മോഹൻദാസ് തന്നെ കുഴിക്കണം. ഇതിവിടെ ഇരിക്കുന്ന പലർക്കും ബാധകമാണ്. നമുക്ക് വേറൊരാൾ കുഴിച്ച കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ നമുക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിത് നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ശശിഭാഷ ഈ പരിഭാഷ മുഴുവൻ വായിച്ച് കേൾപ്പിച്ചു. ബാംഗ്ലൂർ ഞങ്ങൾക്ക് നാടകത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, സാഹിത്യ അക്കാദമി. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് വാസ്തവത്തിൽ ഞാൻ വല്ലാതെ കരഞ്ഞു എന്ന് പറഞ്ഞാൽ, എനിക്ക് അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുള്ളൊരു മനുഷ്യനാണ് ഞാൻ. സങ്കടം വന്നാൽ സങ്കടപ്പെട്ടു പോകും. അപ്പോൾ നമ്മളിങ്ങനെ ചില ആൾക്കാർ പറയും പുരുഷന്മാർ കരയാൻ പാടില്ല. പുരുഷന്മാർക്ക് കരഞ്ഞ്, പുരുഷനും സ്ത്രീ എന്നൊന്നുമില്ല, വികാരങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ശശിഭാഷ ഇത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ മോഹൻദാസ് ഞാനാണ്. അപ്പോൾ എനിക്ക് മോഹൻദാസിന് അത്ര, പക്ഷെ വായിച്ച് വരുമ്പോൾ പിന്നെ പല ഘട്ടം വായിച്ചു വരുമ്പോൾ എൻ്റെ മുന്നിലൂടെ ഗാന്ധി നടന്നു വരികയാണ്. അയാൾ വല്ലാതെ പരിക്ഷീണനായിരിക്കുന്നു, അയാൾ വല്ലാതെ ഉപദ്രവമേറ്റിരിക്കുന്നു. ആ ഉപദ്രവം വല്ലാതെ ശാരീരികമായി ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ മോഹൻദാസിന് ആക്രമണം നേടി നിന്ന്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ കയറിപ്പോയൊരു വികാരമാണ് ഇത്. പക്ഷേ എനിക്കത്
ഛത്തീസ്ഗഡിയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കവിത. അപ്പോൾ ഛത്തീസ്ഗഡി ഞാൻ എങ്ങനെയാണ് മലയാളത്തിലേക്ക് ആക്കുക? ഞാനൊരു കേട്ടാൽ തമാശ എന്നൊരു കാര്യം പറയാം. കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ് ഉണ്ട്, കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ്. അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന കൊച്ചുവേളിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും അത് അത്ര കുറ്റമൊന്നുമില്ല. അതിൻ്റെ ഒരു ഇപ്പോൾ ട്രോളായിട്ട് വരുന്നുണ്ട്, വേളിയെന്നില്ല വളിയെന്നേ ഉള്ളൂ. അപ്പോൾ കൊച്ചുവളി എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് മനസ്സിലാവും ഇത് കൊച്ചുവേളി അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. ട്രാൻസ്ലേഷനിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കുറേ കാര്യങ്ങളുള്ളൂ. ഞാൻ ഈ ഛത്തീസ്ഗഡി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ എനിക്ക് ഉദയപ്രകാശിനോട് കലഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ തമ്മിൽ കലഹിച്ചിട്ടുമുണ്ട്, മാസങ്ങളോളം മിണ്ടാതിരുന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ ആഴ്ചകളോളം താമസിച്ചിട്ടുണ്ട്. എല്ലാ സൗഹൃദങ്ങളിലും ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അത് മോഹൻ രാകേഷിനെ കുറിച്ച് നമ്മുടെ MS വിശ്വംഭരൻ സാർ ഒരു കാര്യം പറയും. ഞങ്ങൾ സണ്ണി, എന്നെ അങ്ങനെ വിളിക്കുക, സണ്ണി, ഞങ്ങൾ മാവൂർ റോട്ടിലൂടെയും മിഠായി തെരുവിലൂടെയും ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ട്. MS വിശ്വംഭരൻ, നമ്മൾ ഗുരുജി എന്ന് വിളിക്കുന്ന MSV. അപ്പോൾ വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ മുഴുവൻ ഞാൻ ഉദയപ്രകാശിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഇതാണ് തോന്നുന്നത്. അപ്പോൾ മൂപ്പർക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ. അങ്ങനെ ഒരു മഹാമേരുവിനെ പോലുള്ളൊരു എഴുത്തുകാരനാണ്. നമുക്കൊന്നും അടുക്കാന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റിലുള്ളൊരു എഴുത്തുകാരനാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ബഷീർ പറയില്ലേ, ഞാൻ ഗാന്ധിയെ തൊട്ടു ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ടു എന്നിങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്നു. ഇപ്പോൾ MTയുടെ കൂടെ ഞാൻ നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ എനിക്കുണ്ടായൊരു വികാരമുണ്ട്. വാസ്തവത്തിൽ അതേ വികാരം തന്നെയാണ് ഉദയപ്രകാശിനോട് എനിക്ക് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും കലഹിക്കാനും സങ്കടപ്പെടാനും ഒക്കെ പറ്റുന്ന ഞാൻ ആ വാക്കുകളെ കൂടെ ഉപയോഗിക്കാനൊരു കാര്യം എന്താ വെച്ചാൽ, എന്താണ് അദ്ദേഹത്തിൻ്റെ ദീർഘനിശ്വാസത്തിൻ്റെ അർത്ഥം എന്നെനിക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കൊട്ടും പരിചയമില്ലാത്തൊരു എഴുത്തുകാരനെ നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിലുള്ള നേരത്തെ ഇപ്പോൾ രവിവർമ്മയോ ലീല സർക്കാരോ ഒക്കെ പരിഭാഷപ്പെടുത്തിയ സമയത്തുണ്ടായ മെറ്റീരിയൽ മാത്രമാണ്. എഴുത്തുകാരനെ നമ്മൾ നേരിട്ട് പരിചയപ്പെടുമ്പോൾ നമ്മൾ അവരെ അറിയുമ്പോൾ ആ നിശ്വാസത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. അതിന് നമ്മുടെ ഭാഷയിലേക്ക് എങ്ങനെയാണ് സംക്രമിപ്പിക്കുക എന്നുള്ളതാണ് പരിഭാഷകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം. മാഷ് ചോദിച്ച ചോദ്യത്തിന് ഇതിനേക്കാൾ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് കൂടി എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ശാന്ത ടീച്ചർ ഒരു കാര്യം പരിഭാഷപ്പെടുത്തുന്നു എന്ന്. അപ്പോൾ ശാന്ത ടീച്ചർ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു അമ്മയാണ്, അവരൊരു സ്ത്രീയാണ്, ഇത് രണ്ടും ഉണ്ടാവും അതിൻ്റെ കൂടെ. അപ്പോൾ ആ ഒരു എലമെൻ്റ് ഈ പരിഭാഷയിൽ കയറി വരും. ഞാൻ അതിനെ ലളിതവൽക്കരിക്കുകയല്ല ചെയ്ത്. വാസ്തവത്തിൽ ഗായത്രി ചക്രവർത്തി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു കൃതി, ഒരു സ്ത്രീ എഴുത്തുകാരിയുടെ ഒരു കൃതിയെ നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ഒരു പുരുഷനാണത് പരിഭാഷപ്പെടുത്തുമ്പോൾ ആ വേവും നോവും ആ വിഷമ സങ്കടങ്ങളുണ്ടല്ലോ, അത് അതുപോലെ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം അക്കാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ വാസ്തവത്തിൽ ഇതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ആയിട്ട് ഗായത്രി ചക്രവർത്തി കാണുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ളൊരു പൊളിറ്റിക്സ് ഭാഷയുടെ ഒരു വർച്ചസ്വാണ്. നമ്മൾ ഹിന്ദിയിൽ അങ്ങനെ വർച്ചസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു അധികാര സ്വഭാവമുണ്ട്. ആ അധികാര സ്വഭാവം ഭാഷയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. ക്ലാസ്സിൽ അധ്യാപകനാണ് അധികാരി, പവറുള്ള ആൾ. ബസ്സിൽ കയറി കണ്ടക്ടറോ ഡ്രൈവറോ ആണ് അധികാരി. ഹോട്ടലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓഫീസിൽ ചെന്ന ഓഫീസിലെ ആളാണ് അധികാരി. തിരിച്ചാണ് സംഭവിക്കേണ്ടത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഞാനിതിങ്ങനെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം, ഒന്ന് ഞാനത് വായിക്കുമ്പോൾ എനിക്ക് അതെൻ്റെ ഭാഷയിലേക്ക് എത്തണമെന്ന് തോന്നുന്നുണ്ട്. മാഷിച്ച് പിന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം കവിത പരിഭാഷപ്പെടുത്താനാണ്. ഞാൻ കവിത എഴുതിയിരുന്ന ഒരാളാണ്. എൻ്റെ കുട്ടികൾ എന്നേക്കാൾ നന്നായി കവിത എഴുതുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതലായി കവിത എഴുതാതിരിക്കുന്നത്. ഞാൻ കഥ എഴുതുന്ന ആളാണ്. എൻ്റെ കഥകൾ എനിക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആർക്കും അതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഒ വിജയൻ. എൻ്റെ ധർമ്മപുരാണം അദ്ദേഹം തന്നെയാണ് പരിഭാഷപ്പെടുത്തിയത്. അത് വിജയമായിരുന്നില്ല. ഒ വിജയൻ്റെ കൃതികൾ ഒ വിജയൻ പരിഭാഷപ്പെടുത്തി പെൻഗിൻ പബ്ലിഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നല്ല പരിഭാഷയായിരുന്നില്ല എന്ന് ഒ വിജയൻ തന്നെ പറയാറുണ്ട്. അതിൻ്റെ കാരണം അത് വേറൊരു തലമാണ്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് മാഷ് ചോദിച്ച ചോദ്യത്തിനോടുള്ള മറുപടി ഇങ്ങനെയാണ്. ഞാൻ ഒരു പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ അത് ലിംബാളയുടേതാണെങ്കിലും ഞാൻ ലിംബാളയെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു മിറക്കിളാണല്ലോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള, നമ്മൾ ഇപ്പോൾ ആനന്ദിനെ വായിക്കുന്നത് പോലെ അല്ല നമ്മൾ മറ്റൊരു എഴുത്തുകാരനെ വായിക്കും. എഴുത്തുകാരൻ്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആനന്ദിനെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി റെഫറൻസ് വേണ്ടി വരും. ഓരോ വാചകത്തിലും നമുക്ക് റെഫറൻസ് തേടി പോകേണ്ടി വരും. എങ്കിൽ മാത്രമേ ആനന്ദിനെ നമുക്ക് ഉൾക്കൊള്ളാനാവുള്ളൂ. ഇതേ കാര്യം തന്നെ ഉദയപ്രകാശിൻ്റെ കാര്യത്തിലുണ്ട്. അത്രയും പ്രയാസം എനിക്ക് ലിംബാളയെ പരിഭാഷപ്പെടുത്തുമ്പോൾ വന്നിട്ടില്ല. പക്ഷേ ഞാനൊരു പരിഭാഷകൻ എന്ന നിലയ്ക്ക് മലയാളത്തിൽ അറിയപ്പെട്ടത് ലിംബാളയെ പരിഭാഷപ്പെടുത്തിയപ്പോഴാണ്. എങ്ങനെയാണ് പരിഭാഷ നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവർ പറയും.
ജൂട്ടനോ അല്ലെങ്കിൽ അക്രമാശയോ പഠിക്കാത്തവരായ വിദ്യാർത്ഥികൾ ഈ കാലത്ത് ഹൈസ്കൂൾ തൊട്ട് കോളേജ് വരെ ഇല്ല. ഒരു ഭാഷയെ എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഒരു സമൂഹത്തെ, ഒരു സംസ്കാരത്തെ എത്രത്തോളം അത് സ്വാധീനിക്കുന്നു എന്നുള്ളൂ. അപ്പം ഞാനത് തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം എഴുത്തുകാരുമായിട്ടുള്ള ബന്ധം, ആ കൃതികൾ എന്നെ സ്വാധീനിക്കുന്നു. അതിൻ്റെ പിന്നിലെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞാനിപ്പോൾ ഭംഗിതരാണ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ സാർ. സാർ പറഞ്ഞ ഒരു സാധ്യത, ട്രാൻസ്ലേഷൻ്റെ ഒരു സാധ്യത, പഴയ നേരത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ പുതിയ സാധ്യതകളാണ്. വീണ്ടും വാസ്തവത്തിൽ ഇന്ന് ട്രാൻസ്ലേഷന് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ രേത്ത് സമാധി, ഗീതാഞ്ജലി ശ്രീയുടെ രേത്ത് സമാധിക്ക് ബുക്കർ പ്രൈസ് കിട്ടുന്നത് ട്രാൻസ്ലേഷനിലൂടെയാണ്. ഡെയ്സി റോക്ക്വെല്ല്, അവിടെ ഓതറും ട്രാൻസ്ലേറ്ററും ഈക്വലായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. രണ്ടുപേർക്കും കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ട്രാൻസ്ലേഷന് ഒരു മൗലികമായ എഴുത്തിൻ്റെ ഒരു തലത്തിലേക്ക് ഉയർന്ന് വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിലൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ സാറ് സൂചിപ്പിച്ച ഈ സാധ്യതകൾ, പഴയകാലത്ത് ചെയ്യപ്പെട്ടത് വീണ്ടും ചെയ്യാനുള്ള സാധ്യതകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷയ്ക്കുള്ളതാണ്. അപ്പോൾ സാറ് ഈ വിഷയപരമായിട്ടുള്ള സെലക്ഷനെ പറ്റി പറഞ്ഞു. മാഡം നേരത്തെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരു ഹിന്ദി പഠനം, പ്രചരണം, അതിൻ്റെ ഭാഗമായിട്ട് പരിഭാഷകൾ ധാരാളം മലയാളത്തിലേക്ക് വന്നതിനെ പറ്റി പറഞ്ഞു. അപ്പം നമ്മൾ ഈ തീമാറ്റിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ഇപ്പോൾ ക്ലാസിക് മാനമുള്ള കൃതികൾ, രാംചരിത മാനസും കാമായനിയും ഒക്കെ വന്നത് അക്കാലത്ത് ഒരു ആവശ്യമായിരുന്നു. അതിന് വലിയ തോതിൽ വായനക്കാർ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അഭിവാഞ്ച, അതിലൂടെ ഒരു സമന്വയം, ആളുകളെയൊക്കെ ഒന്നിപ്പിക്കേണ്ട ഒരു വൈകാരികമായിട്ടുള്ള തലം സൃഷ്ടിക്കാൻ വേണ്ടി കൂടി ആയിരിക്കണം അങ്ങനെ ഒരു സെലക്ഷനിലേക്ക് പോയത്. അതുകൊണ്ട് അതിന് ധാരാളം വായനക്കാരും ഉണ്ടായി. പിന്നീട് ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു തീം എനിക്ക് തോന്നുന്നു ഈ പരിഭാഷയിൽ സെലക്ട് ചെയ്യപ്പെട്ടത് വിഭജനമാണ്. വിഭജനത്തിൻ്റെ നോവലുകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. വിഭജനം മലയാളികൾക്ക് തീരെ പരിചിതമില്ലാത്തൊരു വികാരമാണ്. വിഭജനത്തിൻ്റെ കെടുതികൾ നിങ്ങൾ എത്ര വായിച്ച് മനസ്സിലാക്കിയാലും ഹിന്ദിക്കാരെ അനുഭവിച്ചതുപോലെ അങ്ങനെ ഒരു അനുഭവം മലയാളിക്ക്, ദക്ഷിണേന്ത്യക്കാർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ വിഭജനത്തിൻ്റെ സാഹിത്യം ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. യശ്പാലിൻ്റെ ഝൂട്ടാ സച്ച്, തമസ്, റാഹി മാസൂം റജ, ഇതൊക്കെ വലിയ തോതിൽ വായിക്കപ്പെട്ടതാണ്. അപ്പോൾ മാഡം സ്വന്തം അനുഭവങ്ങൾ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെ കൂടി ഒന്ന് സ്പർശിച്ച് പോകുന്നത് നന്നായിരിക്കും തോന്നുന്നു. സണ്ണി സാറ് പറഞ്ഞു പോയ കാര്യത്തിൽ നിന്ന് തന്നെ ഞാൻ തുടരട്ടെ. അതായത് ഒരു തർജ്ജമ, അത് ഇതിനു മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃതികൾ തർജ്ജമ ചെയ്യപ്പെട്ട് നമ്മളത് വായിക്കുമ്പോൾ കൃതി മാത്രമായിരുന്നു, അല്ലെങ്കിൽ കൃതികാരൻ മാത്രമായിരുന്നു. പ്രേംചന്ദിൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ നമ്മൾ പ്രേംചന്ദിനെ കാണുന്നുള്ളൂ, അത് ആര് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളത് പലപ്പോഴും ഇൻവിസിബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന, സാറ് പറഞ്ഞ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, ആരാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആ കൃതിയുടെ തർജ്ജമയിൽ കൂടി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതിൽ ഇപ്പോൾ ലിംഗപരമായ വ്യത്യാസം, സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടാവും, മതപരമായ വ്യത്യാസം ഉണ്ടാവും. ഒരു വ്യക്തിക്ക് എത്ര ഐഡൻറ്റിറ്റീസ് ഉണ്ടോ അതെല്ലാം തന്നെ ട്രാൻസ്ലേഷനിൽ പ്രതിഫലിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പവർ ആൻഡ് ഐഡിയോളജി, ഇത് രണ്ടും ട്രാൻസ്ലേഷനിൽ പ്രതിഫലിച്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഹിന്ദി അറിയാവുന്നവരാണ് അധികം പേരും ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ദില്ലി മേ കമ്മ്യൂണിസ്റ്റ് ഏകത്രിത് ഹുവേ അല്ലെങ്കിൽ ദില്ലി മേ കമ്മ്യൂണിസ്റ്റ് ഇക്കട്ടെ ഹുവേ എന്നുള്ളൊരു വാചകം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ നമ്മളുടെ രണ്ട് പത്രങ്ങളുടെ ഭാഷ നോക്കിയാൽ തന്നെ നമുക്കതറിയാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് കാർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, കമ്മ്യൂണിസ്റ്റ് കൾ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം.
കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് കൊണ്ടുവരുന്ന പ്രഭാവം ഒന്നാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരുന്ന പ്രഭാവം മറ്റൊന്നാണ്. അപ്പം ഈ ഇത് ഐഡിയോളജി ആവാം, പവറാവാം, ലിംഗപരമായ വ്യത്യാസങ്ങളാവാം. ഇത് അതായത് നമ്മളുടെ ഭാഷയിൽ ഞാൻ വിചാരിക്കുന്നത് ടോൺ, അതായത് നമ്മൾ അനുത്താൻ എന്ന് പറയുന്ന ടോൺ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് പലപ്പോഴും ട്രാൻസ്ലേറ്റർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ സാധ്യത ധാരാളമുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ആ ഒരു ടോൺ ഉണ്ടല്ലോ, ടോൺ കൊണ്ടുവരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഐഡിയോളജിയും അതുപോലെ പവറും വളരെ അധികം അതിനകത്ത് പ്രതിഫലിച്ച് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ട്രാൻസ്ലേഷനിൽ നമ്മൾ നോക്കി കാണാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ ദലിത് ട്രാൻസ്ലേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെ സ്ത്രീ രചനകളുടെ ട്രാൻസ്ലേഷനെ കുറിച്ച് പറഞ്ഞു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് ഒരു കൃതി വായിച്ചു, ഇപ്പം ലിംബാലെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കൃതി വായിച്ചു, നമ്മൾ എല്ലാവരും സന്തോഷിച്ചു, നമ്മളത് വായിക്കാൻ സാധിച്ചു ഉള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളതിന് അപ്പുറം പോയിട്ടൊരു കാര്യമുണ്ട്. അതായത് ഒരു റിസംബ്ലൻസ് ഉണ്ടല്ലോ, അതായത് ഒരു ദലിത് കൃതി വായിക്കുമ്പോൾ, ഉത്തരേന്ത്യയിലെ ഒരു ദലിത് കൃതി വായിക്കുമ്പോൾ മലയാളിക്ക് സ്വാഭാവികമായിട്ടും അത് തൻ്റെ നാട്ടിലെ ജാതി വ്യവസ്ഥയും മറ്റും അല്ലെങ്കിൽ അത് ഡെപ്പിക്റ്റ് ചെയ്യുന്ന കഥകളോ കവിതകളോ അനുഭവങ്ങളോ ഒക്കെ ആയിട്ട് അതിനെ താരതമ്യം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ കൃതികൾ, തർജ്ജമ ചെയ്യപ്പെട്ട കൃതികൾ ശരിക്കും മുഖാമുഖം വരുന്നതോ അല്ലെങ്കിൽ പരസ്പരം ഒരു റിഫ്ലക്ഷനായിട്ട് മുമ്പിൽ വരുന്നതോ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞു പോയ ഹിന്ദിയിൽ ഛത്തീസ്ഗഡി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് സണ്ണി സാറ് പറഞ്ഞു. അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഭോജ്പുരി, മാഥിലി, ഇപ്പം വീരേന്ദ്രജാൻ്റെ ഡൂബ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ഈവൻ പ്രേംചന്ദിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും അവിടെ റായ് സാഹബ് പറയുന്ന ഭാഷയല്ല ഹോരി പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ മുറിക്കും? അതായത് ഒരു വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ വർക്കേഴ്സ് അല്ലെങ്കിൽ സോ കോൾഡ് ജാതിയിൽ താഴ്ന്നവർ എന്ന് പറയപ്പെടുന്നവർ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ കൂടെ തന്നെ അത് പ്രതിഫലിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിനെ നമ്മളെങ്ങനെ മലയാളത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതൊരു വിവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. 16 ഡയലക്ട്സ് ഉള്ളൊരു ഭാഷയാണ് ഹിന്ദി. മലയാളത്തിൽ അതില്ല. പക്ഷേ മലയാളത്തിൽ പ്രാദേശികമായ വ്യത്യാസമുണ്ട്. തിരിച്ച് ചെയ്യുമ്പോൾ, ഞാൻ അധികവും തിരിച്ച് അങ്ങോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം തിരിച്ച് നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോഴും ഇതുമാതിരി തൃശ്ശൂർക്കാരൻ പറയുന്ന ഭാഷയല്ലല്ലോ കണ്ണൂർ പറയുന്നത്, കോഴിക്കോട് പറയുന്ന ഭാഷയല്ലല്ലോ എറണാകുളത്ത് പറയുന്നത്. അപ്പം അതെങ്ങനെ കൊണ്ടുവരും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അത് ഡയലക്ട്സിൻ്റെ കാര്യത്തിൽ അത് എല്ലാവർക്കും വ്യക്തമാണ്, അത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അത് കൂടാതെ നമ്മൾ ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും ചെയ്യുമ്പോൾ ചില പദങ്ങൾ, ചില വാക്കുകളുണ്ട്. ആ വാക്കുകളിലൂടെ തന്നെ ആശയങ്ങൾ, ആ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഒരു ആശയമായി മാറുകയാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്, അത് ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് ചെയ്യാനായിട്ട് അതെങ്ങനെ എന്നുള്ളത് എപ്പോഴും ഒരു ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ സംസ്കാർ എന്നുള്ള പദാവാം, ലജ്ജ എന്നുള്ള ലാജ് എന്നുള്ള പദാവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളെ കുട്ടികൾക്ക് ഫെമിലിയർ ആണോ എന്നറിയില്ല, ഞങ്ങളുടെയൊക്കെ തലമുറയിൽ പക്കീസ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. അതിലൊരു പാട്ടുണ്ട്, ഇൻഹി ലോഗോനെ ചീന ദുപ്പട്ട മേര, ഇൻഹി ലോഗോനെ ചീന ദുപ്പട്ട മേര. വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനിൽ അത് ഒരിക്കലും വ്യക്തമാവുന്നില്ല. ഇവരെൻ്റെ രണ്ടാം മുണ്ട് അല്ലെങ്കിൽ ഇവരെൻ്റെ ദാവണി എന്ന് പറയുന്നതിൽ, ദാവണി എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നതിൽ വരുന്നതും ദുപ്പട്ട എന്നുള്ള വാക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഇത്തരം പ്രയോഗങ്ങൾ. അതേപോലെ തന്നെ ഞാൻ പറയുന്നത്, ചന്ദ്രകാന്ത് ദേവ്താലയുടെ ഒരു കവിതയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി ഗർഭവതിയാവുകയാണ്. പ്രസവിക്കാനായിട്ട് ആശുപത്രിയിലെത്തിയിട്ട് ഒരു മോണോലോഗാണ്, ഡോക്ടർ പറയുന്നൊരു മോണോലോഗാണ്, ബായി എന്നാണ് വിളിക്കുന്നത്. അത് കല്ല് പൊട്ടിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. അവരാണ് ഒരു രാത്രി ബലാത്സംഗത്തിനിരയായി അവർ ഗർഭവതിയാവുകയാണ്. എന്നിട്ട് അവരോട് പറയുന്ന അത് ബായി ദരദ് ലേ എന്നാണ് പറയുന്നത്. ആ വാക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ബായി ദരദ് ലേ, ദരദ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ
വേദന എന്നുള്ളതിന് വേദന എന്നുള്ള വാക്കുണ്ട്, പീഡ എന്നുള്ള വാക്കുണ്ട്, ദർദ് എന്നുള്ള വാക്കുണ്ട്. ഈ വാക്കുകളൊന്നും അവിടെ സൂട്ടബിൾ ആവില്ല. ആ ദരദ് എന്നുള്ള വാക്കിലൂടെ മാത്രമാണ് ആ ക്ലാസ് ഡിഫറൻസ് അവിടെ വ്യക്തമാവുന്നത്. അത് നമ്മളെങ്ങനെ മലയാളത്തിലേക്ക് കൊണ്ടുവരും? ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ആ ദരദ് എന്നുള്ളതിനെ നമ്മൾ ആ ഒറ്റ വാക്ക് മാത്രം ആ ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പം ഇത്തരം ട്രാൻസ്ലേഷനിലുണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, ഏതൊരു സൃഷ്ടിയിലും ഒരു പെയിൻ ഉണ്ട്. അപ്പോൾ ട്രാൻസ്ലേറ്റർ ഒരു പുനഃസൃഷ്ടി നടത്തുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെയിൻ എന്നുള്ളത് അവിടെ സ്ഥിരമായിട്ട് അനുഭവിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ കുറച്ച് വാക്കുകൾ ചിലതെല്ലാം ഫുട് നോട്ടൊക്കെ കൊടുക്കും നമ്മൾ, പക്ഷെ എന്നാലും അതത്ര അതിൻ്റെ ഫ്ലോ കിട്ടുന്നില്ല എന്നുള്ളതുമാണ്. പിന്നെ മാഷ് പറഞ്ഞ പോലെ ഈ വിഭാജൻ അല്ലെങ്കിൽ സാമ്പ്രദായികത, കമ്മ്യൂണലിസം എന്നുള്ളത് മലയാള ഭാഷയിൽ ഈ അടുത്ത കാലത്താണ് അങ്ങനത്തെ കഥകൾ വരുന്നത്. എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ടിനോട് അടുത്ത് വരുമ്പോഴാണ് ഒരു പക്ഷേ ഈ കമ്മ്യൂണലിസം തന്നെ നമ്മുടെ അവിടെ ഇത്ര ശക്തമായിട്ട് വരുന്നത്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു മാഖൻ സിംഗിൻ്റെ മരണം എന്നുള്ളൊരൊറ്റ കഥയാണ് ചെറുകഥയിലുള്ളത്. അതെല്ലാം തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ നമ്മളുടെ അവിടേക്ക് കൊണ്ടുവരാൻ മലയാളിക്ക് അതറിയാൻ സാധിച്ചത് തീർച്ചയായിട്ടും അത് ഹിന്ദി സാഹിത്യം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആൾക്കാർ, തമസ്, ഝൂട്ടാ സച്ച്, ധാരാളം കഥകൾ, ഇതെല്ലാം വിഭാജൻ കി കഹാനിയ എന്നുള്ള ട്രാൻസ്ലേഷൻസ് വന്നിട്ടുള്ളത്. ഇതിലൂടെയാണ് ഇത് മനസ്സിലാക്കി വരുന്നത് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ അവിടെയും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അതിനകത്ത് പഞ്ചാബി ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. ഇപ്പം അമൃത്സർ ആഗയ എന്നുള്ളൊരു കഥയിൽ, അല്ലെങ്കിൽ മറ്റു കഥകൾ, കാലാശുക്രവാർ എന്നുള്ള കഥയിൽ ഒക്കെ നമുക്കൊരു ഈ രണ്ട് ഭാഷ, അത് പഞ്ചാബി കലർന്നൊരു ഹിന്ദി, അത് ആ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാനും കൂടിയാണ് അത് വരുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാനായിട്ട് വരുന്ന ആ ഭാഷ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ പുതിയ കുട്ടികളുടെ ഇതിൽ പറഞ്ഞാൽ കഥയുടെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ വൈബിനെ നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ അവിടെ എനിക്ക് തോന്നുന്നത് വിഭാജൻ്റെ കഥകളിലും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തായിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ചരിത്രവും അതിൻ്റെ വികാസവും അതിൻ്റെ വിഷയപരമായ അത് കടന്നു വന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന് കണ്ടംപററി ആയിട്ടുള്ള സമകാലികമായിട്ടുള്ള ട്രാൻസ്ലേഷനും ട്രാൻസ്ലേറ്റേഴ്സിനെയും പറ്റിയൊക്കെ സമകാലികമായിട്ട് ധാരാളം വോള്യൂം ഓഫ് വർക്ക് ചിലപ്പം കുറവായിരിക്കും, പക്ഷെ ഒരുപാട് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന ഒരുപാട് അധ്യാപകർ, നമ്മുടെ ഗോപിനാഥൻ സാറ്, ആർസു സാറ്, അരവിന്ദാക്ഷൻ സാറ്, പേരെടുത്ത് പറയുകയാണെങ്കിൽ ധാരാളം വിവർത്തകർ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു പ്രമേയം എങ്ങനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്, അതിൻ്റെ ഒരു രീതിശാസ്ത്രം എന്താണ്? ഇപ്പോൾ സാറും ടീച്ചറും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ സാറിൽ നിന്ന് ഒന്ന് മാറി നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് സമകാലികമായിട്ടുള്ള ഈ വിവർത്തനം, അത് വായനക്കാർ വലിയ തോതിൽ സ്വീകരിക്കുന്നുണ്ടോ, അതിലെന്തെങ്കിലും കുറവുണ്ടോ? നേരത്തെ സാർ ഒരു സൂചന തന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുകൂടെ ഒരു ചോദ്യമായിട്ട് വരികയാണ്. ഞാൻ നേരത്തെ ശാന്ത ടീച്ചർ പറഞ്ഞതിൻ്റെ നമ്മുടെ മുന്നിൽ ഇനി ആകെ 10 മിനിറ്റേ ഉള്ളൂ. എവിടെയും പറഞ്ഞാൽ തീരാത്തൊരു വിഷയമാണല്ലോ. ശാന്ത ടീച്ചർ പറഞ്ഞതല്ലേ, നമ്മൾ ഈ പരിഭാഷപ്പെടുത്തുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മലയാളത്തിലേക്കുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഹിന്ദിയിലേക്കാകുമ്പോൾ ഇപ്പോൾ ഫണീശ്വരനാഥ് രേണുവിൻ്റെ കഥ രസപ്രിയ നമ്മൾ പരിഭാഷപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് ആ കഥ പരിഭാഷപ്പെടുത്തുന്ന ഒരാൾക്ക് ആ രാഗത്തെക്കുറിച്ചും കൂടി ഒരു ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ പ്രയാസവും. നമ്മൾ ഉണ്ണിയാറിൻ്റെ ആണെന്ന് തോന്നുന്ന ഒരു കഥ, മറ്റേ നമ്മുടെ അളകാപുരി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പോൾ ആ കഥ വായിച്ച് ഞാനതൊന്ന് പരിഭാഷപ്പെടുത്താനൊന്ന് ഒരു ശ്രമം നടത്തി, പരിഭാഷപ്പെടുത്തുന്നതിന് പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള കുറേ അതിനുള്ളിൽ ഒരു രസതന്ത്രം പ്രവർത്തിക്കുന്നുണ്ട്.
അത് കൂടി പുറത്തേക്ക് കൊണ്ടുവരും. ഞാൻ ഈ ഛത്തീസ്ഗഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെയാണ് ഞാൻ ഗുരുനാഥൻ എന്ന് വിളിക്കുന്ന MS വിശ്വംഭരൻ സാറിന് ഞങ്ങൾ ഗുരുജി എന്നാണ് വിളിക്കുക. മൂപ്പരത് തമാശയായിട്ട് വിളിക്കുമ്പോഴും വളരെ സ്വീകാര്യതയോടുകൂടി കാണുന്നവരാണ്. ഞാൻ സാറിന് സാന്ദർഭികമായിട്ട് ഓർത്തു, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ കാര്യം ചെയ്തത്. അത് അത്ര എളുപ്പമായിരുന്നില്ല. ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും അതൊരു ട്രൈബൽ ലാംഗ്വേജാണ്. അപ്പോൾ ട്രൈബൽ ലാംഗ്വേജ് ആണെങ്കിൽ ഈവൻ മലയാളത്തിൽ തന്നെ ഇടുക്കി മേഖലയിലുള്ള ആദിവാസികൾ ഉപയോഗിക്കുന്ന ഭാഷയല്ല വയനാട്ടിലെ ആദിവാസികൾ ഉപയോഗിക്കുന്നത്. കണ്ണൂർ ആറളം ഫാമിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പരിഭാഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഡയലക്റ്റിലേക്ക്, ഒരു സ്ലാങ്ങിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരേണ്ടി വരും. കാരണം ഈ സംഗീതം പഠിച്ചവരല്ല സംഗീതം കേൾക്കുന്നവർ, സംഗീതം പഠിച്ചവരും സംഗീതം കേൾക്കും. അപ്പോൾ ഈ കൃതി വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സ്വീകാര്യത വേണം. അതവിടെ ഒരു അസ്വീകാര്യമായിട്ട് നിൽക്കുന്നത്, അതിനൊരു സിങ്ക്രണൈസേഷൻ വേണം. എങ്കിൽ മാത്രമാണ് വാസ്തവത്തിൽ വായനക്കാർക്ക് ഇതൊരു സ്വീകാര്യമായിട്ട് വരുള്ളൂ. ഈ വായനക്കാരുടെ ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടി വാസ്തവത്തിൽ പരിഭാഷകരൊക്കെ ചെയ്യുന്ന, സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം, പരിഭാഷകരൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ UGC പ്രോജക്റ്റ് ട്രാൻസ്ലേഷനിലാണ്. വാസ്തവത്തിൽ അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു സന്ദർഭം, വാസ്തവത്തിൽ ട്രാൻസ്ലേഷൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ, തർജ്ജമയുടെ സിദ്ധാന്തങ്ങളൊക്കെ രൂപപ്പെട്ടു വരേണ്ട രാജ്യം ഇന്ത്യയാണ്. കാരണം അത്രയേറെ ഭാഷാവൈദ്യങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് നിന്നാണ് ഇത്. അത് വാസ്തവത്തിൽ അവിടെ നിന്നല്ല, ട്രാൻസ്ലേഷൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ രൂപപ്പെട്ടത് പേർഷ്യയിൽ നിന്നാണ്, ഇറാനിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ട് നമ്മളുടെ ഇവിടെ നിന്ന് അങ്ങനെ വന്നില്ല എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോഴും നിലവിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് നമ്മളുടെ മുന്നിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കവിത എഴുതുന്നവരും നാടകം എഴുതുന്നവരൊക്കെ ആയിരുന്നു. പിന്നീട് അത് ഫിക്ഷനിലേക്ക് വന്നു, പിന്നെ അത് ചെറുകഥയിലേക്ക് വന്നു. ഇതേ കാര്യം തന്നെ നമുക്ക് നമ്മളുടെ സമയമായി എന്നുള്ളതാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതേ കാര്യം തന്നെ അപ്പോൾ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു സ്വീകാര്യത കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളുടെ ഇപ്പോൾ UGC പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയുള്ളൊരു അനുഭവം, വാസ്തവത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പല തലത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഇതിനൊരു അക്കാദമിക് പെർസ്പെക്റ്റീവ് ഉണ്ട്. സപ്പോസ് മറാഠിയിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറാഠി ഭാഷ സംസാരിക്കുന്ന ഭൂപ്രദേശത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചർ നമ്മൾ ഉൾക്കൊള്ളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ വായനക്കാർക്ക് മലയാളത്തിൻ്റെ ഒരു പരിസരം കിട്ടാതെ വരും. അത് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു അലോസരമാണ്. അപ്പോൾ നോർമലി ചെയ്യുന്നൊരു കാര്യം മലയാളീകരിക്കും നമ്മൾ ഈ സംഭവം. അപ്പോൾ അത് വലിയ സ്വീകാര്യത കിട്ടും. ശരൺകുമാർ ലിംബാളയുടെ ദളിത് ബ്രാഹ്മണൻ എന്ന് പറയുന്ന 10 കഥകളുള്ള ഒരു സമാഹാരം ഞാൻ പരിഭാഷപ്പെടുത്തി തൃശ്ശൂർ പബ്ലിഷർക്ക് കൊടുത്തതാണ്. അതിന് 8ഓ 10ഓ എഡിഷൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ സ്വീകരിക്കുന്ന 3 മാസം കൊണ്ട് 3 എഡിഷൻ വന്നൊരു പുസ്തകമാണ് ഈ ലിംബാളയുടെ സനാതൻ എന്ന് പറയുന്നത്. പക്ഷേ പീലി ഛത്രിവാലിയിൽ ഇടുക്കിയുടെ മഞ്ഞക്കോട് ചൂടിയ പെൺകുട്ടി അത് അത്രയും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ ദളിത് ബ്രാഹ്മണനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദാമോദർ മൗസയുടെ കൃതികൾ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടുകയും അടുത്ത കാലത്ത് കൊങ്കണി എഴുത്തുകാരനായിട്ടുള്ള ഒരാൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതാണ്. നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുകയും നല്ല രീതിയിൽ വായിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, പ്രത്യേകിച്ച് മലയാളത്തിൽ. അതുപോലെ നേരത്തെ പറഞ്ഞ എഴുത്തുകാർ, ഇപ്പോൾ ആർസു സാറാണെങ്കിലും അരവിന്ദാക്ഷൻ സാറാണെങ്കിലും ഗോവിന്ദാസ് സാറാണെങ്കിലും ഒക്കെ തന്നെ പരിഭാഷയുടെ ഒരു പരിസരത്തേക്ക് വരുമ്പോൾ കൂടുതലും ഫിക്ഷനും അതുപോലെ. പക്ഷേ ഹരിഹരൻ ഉണ്ണിത്താൻ സാറിനെ പോലുള്ള ആൾക്കാരുടെ പരിഭാഷ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ ഛന്ദബദ്ധമായിട്ടുള്ള വൃത്തനിബദ്ധമായിട്ടുള്ള അതിൻ്റെ മുഴുവൻ എസ്തറ്റിക്സും അതിൻ്റെ മുഴുവൻ സൗന്ദര്യവും ആ രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിഭാഷപ്പെടുത്തുന്ന ആൾക്കാർ ഇക്കാലത്തുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പക്ഷേ അതൊക്കെ തന്നെ ഗൗരവതരമായ അന്വേഷണങ്ങൾക്ക് വേണ്ടിയും ഗവേഷണങ്ങൾക്ക് വേണ്ടിയാണ് ആ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള സാറിൻ്റെ പേര് ഞാൻ മറന്നു, ഗോപാലൻ മാഷ് ഈ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി വന്നതിന് ശേഷം മലയാളത്തിൻ്റെ ഭാവുകത്വ പരിണാമത്തിലുണ്ടായ ആ ഒരു ചേഞ്ച് എത്രയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ പരിഭാഷപ്പെടുത്തിയതിന് ശേഷം മലയാളത്തിൽ വന്നിട്ടുള്ള ഏതൊക്കെ തലത്തിലുള്ള സ്വാധീനമാണ് വാസ്തവത്തിൽ അത് ഫിക്ഷൻ്റെ മേഖലയിലാണെങ്കിലും ഭാഷയുടെ രംഗത്താണെങ്കിലൊക്കെ ഉണ്ട്, കഥാപാത്ര സൃഷ്ടിയുടെ കാര്യത്തിലൊക്കെ ഉണ്ടായതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടീച്ചറും
ശേഷമാഷം സംസാരിച്ചതോടെ അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാഹുൽ സാങ്കർത്തിയാൻ്റെ കൃതികളൊക്കെ മലയാളത്തിൽ അവൈലബിളാണ്. അതുപോലെ തന്നെ കമലേശ്വരൻ്റെ കൃതികളും ഭീഷ്മസാഹിനിയുടെ കൃതികളും ഒക്കെ മലയാളത്തിൽ. ഇതിൽ ഈ പരിഭാഷകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന പബ്ലിഷർമാരുമുണ്ട്. അതിൽ നമ്മൾ മാതൃഭൂമിയെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. മാതൃഭൂമി നല്ല രീതിയിൽ ഇതര ഭാഷകളിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് ഹിന്ദിയിൽ നിന്ന് വരുന്നിട്ടുള്ള പരിഭാഷകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നല്ല ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. മാതൃഭൂമിയിൽ ആ പുസ്തകങ്ങളൊക്കെ പല പുസ്തകങ്ങളും അവൈലബിളാണ്. മാതൃഭൂമിയിൽ നിന്നാണ് ഞാൻ ഈ പല പുസ്തകങ്ങളും. അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം രാഹുൽ സാങ്കർത്തിയാൻ്റെ സാമൂഹ്യ രേഖയൊക്കെ ചിന്തയാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പബ്ലിഷേഴ്സിന് വലിയ റോളുണ്ട്. എന്നോടിപ്പോൾ ഹിന്ദി മേഖലയിലുള്ള കുറേ ആൾക്കാർ സംസാരിക്കാൻ സാറൊന്ന് പബ്ലിഷ് ചെയ്ത് പരിഭാഷപ്പെടുത്തി തരണം. നമുക്ക് പരിഭാഷ ചെയ്യാം, പക്ഷേ അത് പബ്ലിഷ് ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വേണം. പബ്ലിഷറെ പിന്നാലെ നടക്കാന്നുള്ളതൊന്നും അത്ര എളുപ്പമുള്ള ഒരു കാര്യം. അത്തരം പ്രയാസങ്ങളും കൂടി കൊണ്ടെന്ന് സൂചിപ്പിച്ച് ഈ സന്ദർഭത്തിൽ എന്നെയും കൂടി സാക്ഷിയാവാൻ, എന്നേക്കും കൂടി പങ്കാളിയാവാൻ അവസരം തന്നതിൽ ആർട്സ് കോളേജിനോടുള്ള അതിൻ്റെ അധികാരികളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മൈക്ക് ഞാൻ കൈമാറും. നമുക്ക് ചോദ്യങ്ങളുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ലേ? ഒരു 5 മിനിറ്റ് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ടീച്ചർ അവസാനമായിട്ട് ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഈ സമകാലികമായിട്ട് ട്രാൻസ്ലേഷൻ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വിനോദ് കുമാർ ശുക്ലൻ നൗക്കർ കി കമീസ് അത് മലയാളത്തിൽ വന്നു കഴിഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെയാണ്. അപ്പോൾ വളരെ കബനി വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ക്വസ്റ്റ്യൻ. അവസാനമായിട്ട് ഞാനിവിടെ സച്ചിദാനന്ദൻ മാഷിൻ്റെ കവിതയുടെ കുറച്ച് വരികൾ ആണ് ഇവിടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. കവിതാ വിവർത്തനം, കവിതയുടെ ഒരു ഭാഗം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. കവിതാ വിവർത്തനം കൂടുവിട്ട് കൂടുമാറ്റമാണ്. മത്സ്യം വെള്ളത്തിൽ ഊളിയിടുന്നത് പോലെ വിവർത്തകൻ മനസ്സുകളിലൂടെ ഊളിയിടുന്നു. ഓരോ വാക്കിൻ്റെയും തീരത്ത് അവൻ തരിമണലിൽ കുനിഞ്ഞിരിക്കുന്നു. ഓരോ കക്കയുടെയും നിറം പഠിക്കുന്നു. ഓരോ ശംഖും ഊതി നോക്കുന്നു. കവിതാ വിവർത്തനം വിക്രമാദിത്യ കഥയിലെ അമ്പരിപ്പിക്കുന്ന തലമാറ്റിവെക്കലാണ്. വിവർത്തകൻ തൻ്റെ ഉടലിൽ മറ്റൊരു കവിയുടെ ശിരസ് താങ്ങി നിർത്തുന്നു. ഓരോ വരിയും ഓരോ വഴിയാണ്. ഈ കവിത അവസാനിക്കുന്നത് ബാബേൽ ഗോപുരം എന്നും പൂർത്തിയായിട്ടില്ല എന്നുള്ളതിലൂടെയാണ്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ ഒരു 4 വരികളാണ് കവിയുടെ ഭാഷ എന്നുള്ളത്. വിവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള കവിയുടെ ഭാഷ എന്നുള്ളത്. അതായത് സച്ചിദാനന്ദ മാഷിൻ്റെ കവിത ആന്ദ്രേ എന്ന് പറഞ്ഞ ഒരു റഷ്യൻ കവി ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത പറയുന്നത്. പ്രിയപ്പെട്ട ആന്ദ്രേ, താങ്കൾ എൻ്റെ കവിത താങ്കളുടെ ഭാഷയിൽ വായിക്കുകയാണ്. പക്ഷേ അത് എൻ്റെ കവിതയാണെന്നതിന് എന്താണ് ഉറപ്പ്? താങ്കളുടെ ഓർമ്മകൾ വേറെ, താങ്കളുടെ സംഗീതവും വേറെ. നാം 2 ലോകങ്ങളിൽ ജീവിക്കുന്നവർ. കേൾവിക്കാരുടെ ഈ കയ്യടി എനിക്കോ താങ്കൾക്കോ. ഇങ്ങനെയാണ് ഈ കവിതയുടെ വരികൾ. ഇതുതന്നെയാണ് വിവർത്തനം എന്ന് പറയുന്നത്. വിവർത്തനത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബേൽ ഗോപുരം ഇനിയും ബാക്കി നിൽക്കുന്നു. ഇനിയും വിവർത്തനത്തിൻ്റെ സാധ്യതകളുണ്ട്. അത് ഇനിയും പുതിയ കുട്ടികൾ ഈ രംഗത്തേക്ക് വരണം. അത് നമ്മളെ പ്രത്യേകിച്ച് ഹിന്ദി പഠിക്കുന്ന കുട്ടികൾ, അവരെ കർമ്മമേഖലയുടെ ഭാഷ ഹിന്ദിയാണ്, മാതൃഭാഷ മലയാളവുമാണ്. ഈ 2 ഭാഷയ്ക്കും നമ്മൾ എന്തെങ്കിലും സംഭാവന ചെയ്യാനുണ്ടെങ്കിൽ അതിലേറ്റവും മികച്ചത് വിവർത്തനമാണ് എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു. ഞാൻ ഒരിക്കൽ കൂടി ഞാനും ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചു വരുത്തിയ ഇതിൻ്റെ എല്ലാ നടത്തിപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ആർട്സ് കോളേജിന്
ആർട്സ് കോളേജിലേക്ക് ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സന്തോഷത്തോടുകൂടി നന്ദി പറയുന്നു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി. ചോദ്യങ്ങൾ ഉണ്ടാവോ? നമ്മൾ ബിയോണ്ട് ബൗണ്ടറീസ് ഇൻ്റർ കണക്റ്റഡ് വേൾഡ്സ് എന്ന് ഈ ഭാഷകളെ മുൻനിർത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ, ഭാഷ വാസ്തവത്തിൽ ഭാഷ അതിശക്തമായ ഒരു ബൗണ്ടറി തന്നെയാണ്. അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ബൗണ്ടറിയാണ് ഭാഷ. പക്ഷെ ആ ബൗണ്ടറി മറികടക്കാനുള്ള ഒരു ടൂള് കൂടിയാണ് ഭാഷ. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദി മലയാളം തമ്മിലുള്ള റിലേഷൻസാണ്. അത് എങ്ങനെയാണ് പരസ്പരം ബന്ധിക്കപ്പെടുന്നത് എന്ന് നമ്മളിപ്പോൾ ആ ഒരു സഞ്ചാരമാണ് പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മൾ നടത്തിയത്. അപ്പം ഇങ്ങനെ ഈ വിവർത്തനം അല്ലാതെ വേറെ തരത്തിലും ഈ ഹിന്ദിയുടെ ഒരു സ്വാധീനം മലയാളത്തിലുണ്ടാവുന്നതായിട്ട് ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ആനന്ദിൻ്റെ ഒരു നോവലുണ്ട് വളരെ പ്രസിദ്ധമായ, ഗോവർദ്ധൻ്റെ യാത്രകൾ. ഈ ഗോവർദ്ധൻ ഇന്ത്യയിലെ ആധുനിക ഹിന്ദിയെ വികസിപ്പിച്ചെടുത്തതിൽ നിസ്തുലമായ പങ്കുവഹിച്ച ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ പ്രഹസനത്തിലെ കേന്ദ്ര കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ ഭാരതേന്ദു വിട്ടെടുത്ത് നിന്ന് ആനന്ദ് എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേൽപ്പിച്ച് ഗോവർദ്ധൻ നിരപരാധിയാണെന്ന് ഗോവർദ്ധൻ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അയാൾ ശിക്ഷിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ആളാണ്. അപ്പം ആനന്ദ് ഈ ഒരു തീമിനെ എടുത്തുകൊണ്ട് മലയാളത്തിൽ അതിമനോഹരമായിട്ട് ആഖ്യായിക ചമയ്ക്കുകയാണ്. ഹിന്ദിയിൽ അതിനത്ര മനോഹരമായിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് ഇൻ്റർ കണക്ഷൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത്. ഹിന്ദിയും മലയാളവും തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ്റെ ഊഷ്മളമായ ബന്ധത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ. സമയക്കുറവുണ്ട് സാർ, എന്നാലും ഒരു ചെറിയൊരു ചോദ്യം. നേരത്തെ സാറ് സൂചിപ്പിച്ച കാര്യം, പ്രേംചന്ദിൻ്റെ കഥ തർജ്ജമ ചെയ്ത കാലഘട്ടം പിന്നീട് ഈ ഇന്നത്തെ കാലഘട്ടം, ഇപ്പോൾ ജൻസിയുടെ പീരീഡിലേക്ക് വരുമ്പം ഇന്നത്തെ ഭാഷാനുസൃതമായി ഇന്നത്തെ പരിതസ്ഥിതിയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ എന്താ പറയുക തർജ്ജമ ചെയ്യപ്പെടണം എന്ന് പറയുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ എഴുത്തുകാരൻ്റെ ചിന്തയും എല്ലാം രൂപപ്പെട്ട ആ ഒരു പ്രത്യേക എന്താ പറയുക ആ ചിന്ത, ആ മൂല്യം, അതിൽ നിന്നെല്ലാം പിന്നീട് താഴേക്ക് പോകാനുമുള്ള ഒരു അപകടം ഇല്ലേ എന്നുള്ളതൊരു സംശയമാണ്. ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഇന്നത്തെ ഭാഷയ്ക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് അനുസരിച്ച് അതിനെ മാറ്റുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കൂടി ഇല്ലേ എന്നുള്ള ഒരു അപകടം. ചിന്തയിൽ നിന്ന് രവീന്ദ്രൻ സാർ എന്നോട് ഇതിങ്ങനെ പറയുമ്പോൾ, രഞ്ജിത്ത് സാർ എന്നോട് ഇതേ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പോൾ മാഷ് എന്നോട് ചോദിച്ചത് സ്വാഭാവികമായിട്ടും വാസ്തവത്തിൽ അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അപ്പോഴാണ് വാസ്തവത്തിൽ ഇപ്പോൾ നമുക്കറിയാം, പരിഭാഷയുടെ പുരസ്കാരം നിർണ്ണയിക്കുന്നതിൽ ടാഗോറിൻ്റെ കൃതിയാണോ പരിഭാഷപ്പെടുത്തിയതെന്ന് ഇപ്പോഴും നോക്കാറുണ്ട്. കാരണം ടാഗോറിൻ്റെ കൃതി പരിഭാഷപ്പെടുത്തിയ ആൾക്കാർക്ക് ഇപ്പോഴും ട്രാൻസ്ലേഷന് പുരസ്കാരം കിട്ടും. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ വിക്റ്റിമായിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ടാഗോറിൻ്റെ കൃതി കൃതി പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരു പരിഭാഷ അതിന് ആവശ്യമുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നിയത്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോ പരിഭാഷകനും പരിഭാഷപ്പെടുത്തുമ്പോഴും അതിൻ്റെ മൂലത്തിലെ ആശയങ്ങൾ ചോർന്നു പോകാതിരിക്കുകയും മൂലത്തിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഒപ്പം വേറൊരു വായനക്കാരന് വേറൊരു തലത്തിൽ അതിനെ വായിക്കാൻ പറ്റുകയും ചെയ്യുന്നുള്ളതാണ്. ഒരിക്കലും പ്രേംചന്ദ് എന്ന് മാത്രമല്ല, ഏതൊരു കൃതിയാണെങ്കിലും പല പരിഭാഷകൾ അതിന് ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ടാഗോറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഷേക്സ്പിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് വിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരൻ്റെ കൃതികൾ മറ്റു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോഴും അത് ഈ തലത്തിൽ വായിക്കപ്പെടാം എന്നുള്ളതാണ് കാര്യം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ
ആ പരിസരം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടെങ്കിൽ പോലും ആ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ പരിഭാഷ നടത്തുന്നത്, പുതിയ പരിഭാഷകനാണ് അത് ചെയ്യുന്നതെന്നുള്ളത് അതിൻ്റെ ഒരു പ്ലസ്സായിട്ട് കാണാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് വാസ്തവത്തിൽ പരിഭാഷയുടെ ഒരു സാധ്യതയും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെല്ലുവിളികൾ ഉള്ളതുപോലെ തന്നെ, അതിന് ചാലഞ്ചസ് ഉള്ളതുപോലെ തന്നെ അതിന് ഒത്തിരി സാധ്യതകളും പരിഭാഷയ്ക്കുണ്ട് എന്ന് തോന്നാനുള്ള ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇക്കാലത്ത് എല്ലാ സർവകലാശാലകളിലും ഈ പറയുന്ന ട്രാൻസ്ലേഷൻ സ്റ്റഡീസും കമ്പാരിറ്റീവ് സ്റ്റഡീസൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്, ഒത്തിരി സാധ്യതകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ACLF സംഘാടകർക്കും ആർട്സ് കോളേജിനും ബന്ധപ്പെട്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. താങ്ക് യു.